ഇവിടെയുള്ള നിസ്കാരം, സബർ എല്ലാം ഒരു നൂറാണ്, ഒരു വെളിച്ചാണ്. എവിടത്തേക്ക്? നാളെ ആഖിറത്തിലെ ഇരുട്ടിലേക്ക് വഴി കാണിക്കുന്ന വെളിച്ചാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ വരുമ്പോൾ ഒന്ന് ചിന്തിക്കും, അത് വേണോ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ഞാൻ നാളെ നന്നാവാം, ഞാൻ പിന്നെ നിസ്കരിക്കാം, പിന്നെ ഇത് ചെയ്യാം, പിന്നെ അത് ചെയ്യാം. പക്ഷെ അള്ളാഹിന്റെ ആളുകൾ അങ്ങനല്ല. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്. സഹാബികൾ എന്താ ചെയ്യുക? ഖാലു സമിഅ്നാ വഅതഅന. അവർ കേട്ടാൽ അപ്പോൾ അനുസരിക്കും. നമ്മൾ കേട്ടാൽ ഒന്ന് ആലോചിക്കും, വേണോ വേണ്ടയോ, ചെയ്യണോ വേണ്ടയോ. അള്ളാഹിന്റെ കൽപ്പനകളെക്കുറിച്ച് നമ്മൾ അങ്ങനെയാണ്, നമുക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യും. നമ്മൾ കേട്ടു, പിന്നെ അനലൈസ് ചെയ്തു, പിന്നെ ചിന്തിച്ചു, എൻ്റെ തിന്മകളെ മാറ്റാൻ കഴിയില്ല, കുറച്ച് കഴിയട്ടെ, പിന്നെ നന്നാവും, ഒരു ഉംറ ചെയ്യട്ടെ, ഒരു ഹജ്ജ് ചെയ്യട്ടെ, അങ്ങനെ നീട്ടിവെക്കുന്നൊരു സ്വഭാവം അള്ളാഹിന്റെ ആബിദീങ്ങൾക്കില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്. കൽപ്പിക്കപ്പെട്ടാൽ അപ്പോൾ അനുസരിക്കും. അല്ലെ, നമ്മൾ ഫാത്തിഹയിൽ എപ്പോഴും ചൊല്ലുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നോട് മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു എവിടുന്ന് വരുന്നതാണ്? ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടതാണ്. നസ്തഈൻ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. ഇവിടുന്ന് അള്ളാഹിലേക്ക് പോകേണ്ട കാര്യം, നസ്തഈൻ സഹായം അള്ളാഹിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതാണ്. അപ്പൊ എന്താണ് ഇയ്യാക നഅ്ബുദു? ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു. ഔ ഞാൻ നിന്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുന്നു, നിന്നെ മാത്രം അനുസരിക്കുന്നു. നമ്മൾ അള്ളാഹുവിനെ മാത്രം അനുസരിച്ചാൽ അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഇങ്ങോട്ട് വരും. നമ്മുടെ അനുസരണ കുറയുമ്പോൾ അവിടെ നിന്നുള്ള സഹായം കുറയും. എപ്പോഴും നമ്മൾ 17 വട്ടം പിന്നെ ഒരു ദിവസം 5 വക്ത് നിസ്കാരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടുള്ള അനുസരണം ഉണ്ടോ ഇല്ലേ അറിയില്ല. നമ്മൾ സ്വയം ചിന്തിച്ചെടുക്കാം. അത്തിയുല്ലാഹു അത്തിയുർ റസൂൽ. അള്ളാഹുനും റസൂലിനും നമ്മൾ ത്വാഅത്ത് ചെയ്യുക, അവരനുസരിക്കാൻ പഠിക്കണം. എല്ലാത്തിനേക്കാളും അള്ളാഹും റസൂലിനെ സ്നേഹിക്കണം. പക്ഷെ നമ്മളിപ്പോൾ അള്ളാഹുനും റസൂലിനേക്കാളും സ്നേഹം നമ്മളെ മക്കളോടാണ്, നമ്മളെ ഭാര്യയോടാണ്, നമ്മളെ ഭർത്താവിനോടാണ്. അപ്പോൾ പ്രശ്നം ഉണ്ടാവും. ആ മക്കൾക്ക് പ്രശ്നമുണ്ടാവും, ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടാവും. നേർച്ച് ഭാര്യയും ഭർത്താവും മക്കൾക്കൊക്കെ സ്നേഹിക്കുന്നതിനൊരു അളവുണ്ട്. പക്ഷെ അള്ളാഹുനും റസൂലിനും സ്നേഹിക്കാൻ ഒരളവില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. അള്ളാഹുനും റസൂലിനും ഒരു അളവ് കൊടുത്ത് ബാക്കിയുള്ള നമുക്ക് സ്വന്തമെന്ന് തോന്നുന്നവരൊക്കെ അളവില്ലാതെ സ്നേഹിക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും വഴിതെറ്റിക്കും. കാരണം ഈമാന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം നഫ്സിനേക്കാളും സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈമാൻ പൂർത്തിയാകും.